പാലാ അരമനയുടെ ഉടമസ്ഥയിലുള്ള സ്ഥലത്തുനിന്ന് ക്ഷേത്രാവശിഷ്ടങ്ങളും വിഗ്രഹവും കണ്ടെത്തിയതിൽ അവകാശവാദം ഉന്നയിച്ച് വെള്ളാപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികൾ. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നതായി അവകാശവാദം. സ്ഥലത്ത് പ്രത്യേക പൂജകളും പ്രാർത്ഥനയും നടത്തി. എന്നാൽ അവകാശവാദം രൂപതാ നേതൃത്വം തള്ളി. കപ്പ കൃഷിക്കായി നിലമൊരുക്കുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം 2 വിഗ്രഹങ്ങളും കല്ലുകളും കണ്ടത്. 100 വർഷം മുമ്പ് പ്രദേശത്ത് ക്ഷേത്രമുണ്ടായിരുന്നതായാണ് പാലാ വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളുടെ അവകാശവാദം. വിഗ്രഹം കണ്ടെത്തിയ സ്ഥലത്ത് മുമ്പ് തണ്ടളത്ത് തേവർ എന്നറിയപ്പെടുന്ന ശിവക്ഷേത്രവും ആരാധനയും നടന്നിരുന്നതായും ഇവർ പറയുന്നു. കൂത്താപ്പാടി ഇല്ലം വക ക്ഷേത്രവും സ്ഥലവും ഇല്ലം ക്ഷയിച്ചതോടെ അന്യാധീനപ്പെട്ടു പോയതായാണ് വിശദീകരണം. വിശ്വ ഹിന്ദു പരിഷത്ത് ജില്ലാ ഭാരവാഹി മോഹനൻ പനക്കിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ സന്ദർശനം നടത്തി. ഈ ക്ഷേത്രം തന്നെ ഇവിടെ നാമാവശേഷം അതിൻ്റെ തറയില്ല, വിഗ്രഹങ്ങളില്ല, അങ്ങനെ ഇരുന്ന അവസ്ഥയിലായിരുന്നു. ഇന്നലെ ഇവിടെ JCBക്ക് കപ്പയ്ക്ക് വേണ്ടിയിട്ട് ഉടലെടുത്തപ്പോഴാണ് ഈ വിഗ്രഹം നമുക്ക് കിട്ടിയത്. ഇവിടെയുള്ള എല്ലാവർക്കും, ഈ സമീപപ്രദേശത്തുള്ള എല്ലാവർക്കും ഇങ്ങനൊരു ക്ഷേത്രം ഉണ്ടായിരുന്നതായിട്ട് അറിയാം. മുമ്പ് പലതവണ കൈമറിഞ്ഞ സ്ഥലം വെട്ടത്ത് കുടുംബത്തിന്റെ ഉടമസ്ഥയിൽ നിന്നാണ് അരമന വാങ്ങുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം വിഗ്രഹം മാറ്റി സ്ഥാപിക്കുന്നതിന് സഹായമൊരുക്കുമെന്നാണ് പാലാ രൂപതയുടെ പ്രതികരണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് തർക്കങ്ങളൊന്നും നിലവിലില്ലെന്ന് പോലീസും റവന്യൂ അധികൃതരും വ്യക്തമാക്കി. മീഡിയ 1 കോട്ടയം.